എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രബീന ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ മാമ വരുമ്പോൾ ചണ്ടിക്കോഴി വാങ്ങിയിരുന്നു. 2 ചണ്ടിക്കോഴി ആയിരുന്നു. അപ്പോൾ അതിലെ പാർട്സായിട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ 2 കഷ്ണം ചിക്കനും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി മാറ്റി വെച്ചതാണ്. അതിലോട്ടേക്ക് 2 തക്കാളിയും പച്ചമുളകും പച്ചക്കുരുമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കി സാധനങ്ങളൊന്നുമില്ല, വീട്ടിലുള്ളതിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാട്ടോ. അങ്ങനെ ഈ ചീനച്ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അതിലോട്ടേക്ക് കഴുകി വെച്ച പാർട്സും അരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളകും ചതച്ച കുരുമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായ മസാലക്കൂട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ 2.5 സ്പൂണ് മുളക് പൊടി, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മൾ പച്ചമുളകും കുരുമുളകും ആഡ് ചെയ്തുകൊണ്ട് കേട്ടോ. പിന്നെ അതിലോട്ടേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1.25 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ വിലയേറിയ കമൻറ്റും കൂടി ആഡ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞങ്ങളുടെ നാട്ടിലെ രീതിയിൽ അല്ലെങ്കിൽ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമുക്കിത് എന്ത് ചെയ്യാം, ഒരു 10-15 മിനിറ്റ് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിയേക്കാം. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം അടുപ്പ് കത്തിക്കുക. അപ്പോൾ അതിലോട്ടേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പാർട്സിൽ 2-3 ചിക്കൻ ഇട്ടുകൊണ്ട് ആ വേവാൻ കുറച്ച് ടൈം ഇടിക്കുമല്ലോ, അതുകൊണ്ട് അതിനുശേഷം നല്ലോണം ഇളക്കി വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. മീഡിയം സൈസിൽ തീ വെച്ച് കൊടുത്താൽ മതി. സ്പീഡ് കൂട്ടാൻ വേണ്ട, പറ്റ കുറയ്ക്കുകയും വേണ്ട. അങ്ങനെ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടത്തിന് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് ഇനി എന്ത് ചെയ്യാം, മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെലും കൂടിയും ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യാം, ഓരോ കുമ്പിളായിട്ട് നമുക്ക് പാർട്സ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ചെറിയ തീയില അല്ലെങ്കിൽ മീഡിയം സൈസ് തീയില എന്ത് ചെയ്യുക, നമുക്കിത് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിലെ ആ ഒരു വെള്ളം കൂടി വറ്റിച്ചിങ്ങനെ കൊണ്ടുവരാം കേട്ടോ. ആ ഒരു മസാലയൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ചോറിലേക്ക് ചപ്പാത്തിക്കും അല്ലെങ്കിൽ പൊറോട്ടയ്ക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ പാർട്സ് ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ചോറും കൂട്ടി നല്ല ബേഷായി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റ ബൈ, സീ യു.